തുടരും. തുടർ ഭരണം തന്നെയാണ്. തുടരും. LDF സർ തുടരുന്നതാണ്. തീയതി വെയിറ്റ് ചെയ്യാം. 4-ാം തീയതി വെയിറ്റ് ചെയ്യാം. തുടർ ഭരണം ഉണ്ടാവുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. കോൺഗ്രസ് അതെങ്ങനെ തോന്നി അങ്ങനെ തുടർ ഭരണം ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ മോശമൊന്നുമല്ല, എന്നാലും കോൺഗ്രസ് ഒരിക്കൽ വരട്ടെ, പുതിയൊരു ഭരണം വരണമെന്ന്. കേരളം UDFന്റെ ഒപ്പം. പക്ഷേ BJPക്ക് ഒരു 5-6 സീറ്റ് കിട്ടും. ട്രിവാൻഡ്രം എങ്ങനെ കാണുന്നു? ട്രിവാൻഡ്രത്തിലൊരു 4 സീറ്റെങ്കിലും BJPക്ക് കിട്ടണം. 4 സീറ്റ് BJPക്ക് കിട്ടും എന്നാണ് പ്രതീക്ഷ ഞങ്ങളുടെ. തുടർ ഭരണം വരാൻ ചാൻസ് ഉണ്ടോ? അത് വരില്ല. UDF വരും. എന്തുകൊണ്ടാണ് UDF വന്ന ഒരു മാറ്റം ഉണ്ടോ? ഇത്രയും 10 കൊല്ലം കഴിഞ്ഞില്ലേ, 10 വർഷം ഭരണം നമ്മൾ കണ്ടില്ലേ. ഞാൻ ഒരുവട്ടെ തീർച്ചയായിട്ടും ഉണ്ടാവണം. പിന്നെ അല്ലാതെ അതിന് മാറ്റം വേണ്ടേ? മാറേണ്ടത് മാറിയല്ലേ പറ്റൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കേന്ദ്രഭരണം കാണുന്നില്ലേ, ഒരുപാട് ഡെവലപ്മെൻറ്റ് ഉണ്ടല്ലോ. അത് കേരളത്തിനും കുറച്ച് വേണ്ടേ? അതിനുവേണ്ടിയാണ് ഇതിൽ വരിക. ബാക്കി കാര്യങ്ങളൊന്നുമില്ല ബ്രോ. നമ്മളിപ്പോൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും കൊണ്ടുവരിക, വേറെ നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോകുക. അതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ യങ്സ്റ്റേഴ്സിനായിരുന്നാലും ബാക്കി വരുന്ന ആളുകൾക്ക് ഇപ്പോൾ ആര് വന്നാലും ഇപ്പോൾ നല്ലതാണ്. ഇപ്പോൾ കുറച്ചുകൂടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഭരിക്കുന്ന പാർട്ടി ഇപ്പോൾ എന്തുകൊണ്ടും ഇപ്പോൾ നല്ലതാണ്. അപ്പോൾ അത് വന്നാലും ഓക്കെയാണ്. ഇപ്പോൾ വേറെ എന്തെങ്കിലും മാറ്റം വേറെ ഏതെങ്കിലും പാർട്ടി കൊണ്ടുവരുമെന്നുണ്ടെങ്കിൽ പോലും അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണെങ്കിൽ നമുക്കത് അക്സെപ്റ്റ് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകാം. അത്ര പറഞ്ഞാൽ ഇതുവരെ നിലവിൽ വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഇനി ഫ്യൂച്ചറിൽ UDFന് ചാൻസ് ഉണ്ട്. BJP എനിക്കറിയത്തില്ല ബ്രോ. BJP ഇവിടെ ഇപ്പോൾ 2 സീറ്റ് രാജീവ് ചന്ദ്രശേഖരൻ പിടിക്കുമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് വേറെ ഒന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ടൈറ്റ് ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല ബ്രോ. ആര് വന്നാലും നാടിന് ഗുണമുള്ളവർ വരും, അത്രേ ഉള്ളൂ.